കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. 10 മിനിറ്റ് കൊണ്ട് ഇഡ്ലിക്കും ദോശയ്ക്കും പകരം സേമിയ കൊണ്ട് ഒരു ഉഗ്രൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കാം. എന്നും ദോശ, ഇഡ്ലി, പുട്ട് എന്നിങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബോറടിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. ഇത് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായും ഉണ്ടാക്കി കൊടുക്കാം. വ്യത്യസ്ത ടൈപ്പിലുള്ള വിഭവങ്ങൾ ട്രൈ ചെയ്യാൻ ഇഷ്ടമാകുന്നവർക്ക് നമ്മുടെ ചാനൽ എന്തായാലും ഇഷ്ടപ്പെടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉള്ള സാധനങ്ങൾ കൊണ്ട് തികച്ചും പുതുമയുള്ള വിഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് 1/2 ലിറ്റർ വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. വെള്ളത്തിൽ കൈമുക്കിയാൽ താങ്ങാവുന്ന ചൂടായാൽ മാത്രം മതി, വെള്ളം തിളപ്പിക്കേണ്ട. ഇനി ഇതിനു വേണ്ടത് 180 ഗ്രാം പാക്കറ്റിലുള്ള സേമിയയാണ്. വറുത്ത സേമിയയോ വറുക്കാത്ത സേമിയയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്കെടുക്കാം. നമ്മൾ അനിൽ സേമിയയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാക്കറ്റ് സേമിയ പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചൂടായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ ചുടുവെള്ളം ഒഴിച്ച് ഈ വിഭവം ഉണ്ടാക്കിയാൽ പുട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂടി 3 മിനിറ്റ് വയ്ക്കുക. സാദാ പച്ചവെള്ളമാണ് നിങ്ങൾ സേമിയ കുതിർക്കാൻ ഒഴിക്കുന്നതെങ്കിൽ 5 തൊട്ട് 8 മിനിറ്റ് വരെ കുതിർക്കാൻ വെക്കണം. 3 മിനിറ്റിന് ശേഷം സേമിയ കുതിർക്കാൻ വെച്ച വെള്ളം ഊറ്റിക്കളയുക. ഇനി ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഈ സേമിയയ്ക്ക് പകരം ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന റാഗി സേമിയ വെച്ചും ഇതുണ്ടാക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ഏലക്കപ്പൊടി, 2 ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണിത്. അതിനുശേഷം 1 സ്പൂൺ നെയ്യ് ചേർത്ത് യോജിപ്പിക്കുക. നെയ്യ് ഇഷ്ടമില്ലാത്തവരും നെയ്യ് കൈവശമില്ലാത്തവരും ചേർക്കേണ്ടതില്ല. ഇനി ഒരു ചെറിയ തേങ്ങ ചിരവിയതിൽ നിന്നും പകുതി തേങ്ങ ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുക. അടുത്തതായി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. 3 സ്പൂൺ ചേർത്താൽ ലൈറ്റ് സ്വീറ്റ് ആയിരിക്കും ഈ പുട്ടിന്. ഇനി നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്തും ഇതുണ്ടാക്കാം. സേമിയയിൽ ചേർത്ത പഞ്ചസാര നന്നായി മിക്സ് ചെയ്ത് എടുക്കുക. ഇനി ഇത് നമ്മൾ ചെറിയ പുട്ടുകുറ്റിയിലാണ് ഈ പുട്ടുണ്ടാക്കുന്നത്. നിങ്ങളുടെ കൈവശം നീളത്തിലുള്ള പുട്ടുകുറ്റിയാണെങ്കിൽ അതിലോ അല്ലെങ്കിൽ ചിരട്ട വൃത്തിയാക്കി നടുക്ക് ഒരു തുള തുളച്ച് അതിലോ ഇതുണ്ടാക്കാം. പുട്ടുകുറ്റിയിൽ ചില്ലിട്ടതിന് ശേഷം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാം. സേമിയ കൈവച്ച് പ്രസ് ചെയ്ത് കുത്തി നിറയ്ക്കരുത്, ലൂസായി ഇതുപോലെ ഇട്ടാൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് ആവി കയറ്റാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കുക്കർ വയ്ക്കുക. കുക്കറിലാണ് നമ്മളിത് ആവി കയറ്റിയെടുക്കുന്നത്. കുക്കറിൽ 1/4 ഭാഗം വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കുക. നമ്മുടെ കുക്കറിൻ്റെ മൂടിയിൽ കാസ്കറ്റ് ഇടണം, വെയിറ്റ് ഇടേണ്ട. വെയിറ്റ് ഇടുന്നതിന് പകരം വെള്ളം ചൂടായി ആവി വരുമ്പോൾ പുട്ടുകുറ്റി വെയിറ്റ് ഇടുന്ന നോബിൽ വയ്ക്കുക. ഇനി 3 മിനിറ്റ് ആവി കയറ്റുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും പുട്ടുകുറ്റിയുടെ മുകളിൽ നിന്ന് ആവി നല്ലപോലെ വരുന്നത്. ഇനി നമ്മൾക്ക് പുട്ട് സെർവ് ചെയ്യാം. പുട്ട് സെർവ് ചെയ്യാൻ ഒരു ഇല ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചു വയ്ക്കാം. ഭംഗിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് സാധാരണ പോലെ പ്ലേറ്റിലേക്ക് കമിഴ്ത്തി സെർവ് ചെയ്യാവുന്നതാണ്. ആഹാരം എത്ര നല്ലതായാലും അത് കാണുമ്പോൾ കഴിക്കാൻ കൂടി തോന്നണമല്ലോ. അതുകൊണ്ട് ഭംഗിയായി അലങ്കരിച്ചാൽ കാണുമ്പോൾ തന്നെ കഴിക്കുവാനും തോന്നും. നാടൻ പലഹാരങ്ങൾ ഇലയിൽ വിളമ്പി കഴിക്കുമ്പോൾ വാഴയിലയുടെ ഗുണം കൂടി നമ്മൾക്ക് കിട്ടും. കൂടാതെ ചൂടോടെ വാഴയിലയിൽ പുട്ടിടുമ്പോൾ വാഴയിലയുടെ മണം കൂടി കിട്ടുമ്പോൾ നമ്മുടെ കഴിക്കാനുള്ള ടെൻഡൻസി ഒന്നുകൂടി വർദ്ധിക്കും. ഇനി പുട്ട് മെല്ലെ പുട്ടുകുറ്റിയിൽ നിന്നും കമിഴ്ത്തുക. നമ്മുടെ പുട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല. നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ നമ്മുടെ സേമിയ സ്വീറ്റ് പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ചില്ല് മാറ്റി വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ തേങ്ങയും സേമിയയും നിറച്ച് വീണ്ടും കുക്കറിൽ വയ്ക്കുക. കുക്കറിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്.
വീണ്ടും മൂടി തുറന്ന് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളം നല്ലപോലെ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും അടുത്ത പുട്ട് കുക്കറിൽ വയ്ക്കുക. നമ്മൾക്ക് പെട്ടെന്ന് പുട്ടുണ്ടാക്കാൻ പറ്റും. ഓരോ പുട്ട് വാങ്ങിയതും ഗ്യാസ് സിമ്മിൽ വെച്ച് അടുത്ത പുട്ട് കുക്കറിൽ വെച്ചതിന് ശേഷം ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇങ്ങനെ എല്ലാ പുട്ടും തയ്യാറാക്കുക. നമ്മൾ എടുത്ത ഒരു പാക്കറ്റ് സേമിയയിൽ നിന്നും 2 ആൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിങ്ങളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ഈ അളവുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. അതുപോലെ കൂടുതൽ എണ്ണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുക്കറിലെ വെള്ളത്തിൻ്റെ അളവും അതിനനുസരിച്ച് കൂട്ടണം. 3 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ പുട്ട് വെന്ത് കിട്ടും. വളരെ ഈസിയായി എല്ലാവർക്കും യാതൊരു തിരക്കും കൂടാതെ സിമ്പിൾ എന്നാൽ ടേസ്റ്റി സ്വീറ്റ് സേമിയ പുട്ട് ബിഗിനേഴ്സിന് പോലും ഉണ്ടാക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കുക്കറില്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിനു മുകളിൽ ഒരു പ്ലേറ്റോ സ്റ്റീൽ സ്റ്റാൻഡോ വെച്ച് ഇതുണ്ടാക്കാം. കാണാൻ മനോഹരവും നല്ല സ്വാദുമുള്ള ഇത്തരം നാടൻ പലഹാരങ്ങൾ കാണുവാനും ഉണ്ടാക്കുവാനും എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.